ഞാൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പോയി വൈകുന്നേരം. വൈകുന്നേരം പോയപ്പോൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാൻ ഗെയിം കളിയുടെ ഇതിൽ ഞാനും എൻ്റെ കൂട്ടുകാരിയും അങ്ങ് കളിച്ചങ്ങ് പോയി. സമയം പോണത് ഒട്ടും അറിഞ്ഞില്ല. ഞാൻ അവസാനം രാത്രി 9:30, 10 9:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ സ്ഥലത്തു നിന്നൊക്കെ നടക്കാൻ ഇച്ചിരി ഭയപ്പെടും. എന്നാലും ഞാൻ അങ്ങ് നടന്നു പോവുകയും ചെയ്തു. എന്നാലും എനിക്ക് ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ നടന്നങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ അതുവഴി കൂടെ പോയപ്പോൾ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ ഒരുമാതിരി സിഗരറ്റൊക്കെ വലിച്ച് അവിടെ നിൽക്കുന്നു. എനിക്ക് അയാളെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. പെട്ടെന്ന് ഞാൻ അപ്പുറത്തെ സൈഡിലെ റോഡ് വഴി കൂടെ ഞാൻ നടന്ന് തുടങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അയാളുടെ അരികിലേക്ക് ഒരു കാർ വന്നു. അവർ രണ്ടുപേരും സംസാരിച്ചില്ല. ആ കാർ ഡ്രൈവർ സീറ്റിലിരുന്ന ആളും അയാളുമായിട്ട്. അയാൾ പെട്ടെന്ന് ഞാൻ നോക്കുന്നുണ്ട്, അയാളാണെങ്കിൽ എന്നെ നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ സമ്മതിച്ചതേ ഇല്ല. അയാളാണെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞു, ഇങ്ങോട്ട് വരൂ വരൂ എന്ന്. ഞാനാണെങ്കിൽ പോയതേ ഇല്ല. എനിക്കറിയാം ഇവരുടെ അടുത്ത് പോയി ഇവരെന്നെ തട്ടിക്കൊണ്ട് പോകുന്നു. ഇയാൾ പെട്ടെന്ന് എന്നെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തായിരുന്നു. ഇയാൾക്ക് ഒറ്റ പിടി പോലും കൊടുക്കാതെ ഞാൻ ഇറങ്ങി ഓടുകയും ചെയ്തു. അവിടെ പോണ സ്ഥലത്ത് ഇച്ചിരി തെറ്റലുണ്ട്. എന്നാലും എനിക്ക് പേടിയായിരുന്നു അയാൾ എന്നെ പിടിക്കുമെന്ന്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഞാൻ അവരുടെ വീട് ലക്ഷ്യമാക്കി ഓടി. അയാളുടെ പിന്നാലെ ആ കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു പിടി പോലും കൊടുക്കാതെ ഞാൻ അങ്ങ് ഓടിത്തുടങ്ങുകയും ചെയ്തായിരുന്നു. അങ്ങനെ അയാൾ എന്നെ മാക്സിമം എൻ്റെ ബാക്കിൽ നിന്നാണ് എന്നെ പിടിക്കാൻ വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് എത്താറാവുകയും ചെയ്തായിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലേക്ക് എത്താറാവുകയും ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഞാൻ ഡോറൊക്കെ തട്ടുകയും ചെയ്തായിരുന്നു. പക്ഷേ ആ ഡോർ തട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ ആ ഡോർ തുറക്കുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഞാനായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഗ്രാൻഡ് ഫാദർ പെട്ടെന്നൊരു കമ്പ് എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി നിന്ന് അയാളെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് ഫാദർ എൻ്റെ അടുത്ത് അവരൊക്കെ പോവുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ മദർ വന്ന് എന്നെ കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു. എൻ്റെ മദർ ഒന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഒരു ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. എന്തെന്ന് വെച്ചാൽ അവരാണത് രക്ഷിച്ചത്. അവരുടെ വീട്ടിലേക്ക് ആയപ്പോൾ ഉണ്ടാവുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അയാൾ ഇനി എന്നെ കണ്ട് ഇനി എന്നെ കണ്ടിട്ട് പോലും എനിക്കറിയത്തില്ല.